ഇന്ന് ഞാൻ കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു നാടൻ കോഴിൻ്റെ മരുന്ന് ഉണ്ടാക്കിയല്ലോ എന്ന്. അപ്പോൾ ഈ ചിക്കനുള്ള റെസിപ്പി ഇത് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു. നല്ല മണാ. എന്തിനാ മരുന്ന് കൂട്ടില്ലേ? മരുന്ന് കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച അത് നേർപകുതി അതിലിട്ട് കൊടുക്കുക. അപ്പോൾ 4 വിസിലടിച്ചു, എയറൊക്കെ പോയി. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്കൊന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് വറ്റിക്കാം. നല്ല ഡ്രൈ ആക്കി എടുക്കണം. എല്ലാവർക്കും നമസ്കാരം. ശ്രീലങ്ക ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? ഇന്ന് ഞാൻ കർക്കിടകമൊക്കെ അല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നൊരു നാടൻ കോഴിന്റെ മരുന്ന് ഉണ്ടാക്കിയല്ലോ എന്ന്. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല, ഉണ്ടാക്കി തന്നിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്വന്തം ഉണ്ടാക്കിയിട്ട് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. നോക്കി നോക്കാം. അപ്പൊ തുടങ്ങാം നമുക്ക്. ഓക്കെ. ഇന്നത്തെ നമ്മുടെ താരം ഇവനാണ്. അല്ല മിനിയെ? ഇവനാണ് അല്ലേ? അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷമീർ ഭായിയുടെ കോഴിക്കടയിൽ കൊണ്ടുകൊടുത്തു. ചിക്കനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി തന്നു. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇറച്ചി കഴിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നാടൻ ചിക്കൻ അതെ, 1,300 ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഈ ചിക്കനുള്ള റെസിപ്പി ഇത് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 300 ഗ്രാം ഉണ്ടാവും. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാന്താരി ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാൻ കുറച്ച് ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ അതിനുള്ള 2 ടേബിൾ സ്പൂൺ ഉണ്ട് കുരുമുളക്. ഇത് അതിനുള്ള കരിവേപ്പില. പിന്നെ ഇത് 4 ടേബിൾ സ്പൂണ് മല്ലിയുണ്ട്, പച്ചമല്ലി ഇട്ടാ. പിന്നെ ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ചുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജീരകം, ചെറിയ ജീരകം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, പിന്നെ കുറച്ച് ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രാമ്പു എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെരുംജീരകം. പിന്നെ ഈ സാധനം മറ്റേ ഇതാണ് എന്താ അയമോദകം, അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതാ ഈ സ്പൂണിൽ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം കൂടി, ഇത് വറക്കുന്നൊന്നുമില്ല, പച്ചയ്ക്ക് തന്നെ നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇത് കല്ലിൽ കുത്തി ചതയ്ക്കുന്നത് നല്ലതാണ്. നമുക്കിവിടെ അമ്മിക്കല്ലില്ല, അതുകൊണ്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ ഞാനിതാ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു. നല്ല മണാ. എന്തിനാ മരുന്ന് കൂട്ടില്ലേ? മരുന്ന് കൂട്ടേണ്ട ആവശ്യമില്ല. അല്ല, ഇവിടെ ആരും പ്രസവിച്ച ആൾക്കാരും ഇല്ല, അതുകൊണ്ട് പിന്നെ ഇത് നമുക്ക് പാത്രത്തിലാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ എടുത്തു വെച്ച സാധനങ്ങളില്ല, ചെറിയ ഉള്ളി, ഇഞ്ചിയൊക്കെ, ഇതൊക്കെ ഒന്ന് നമുക്ക് കല്ലിലിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചത് ഇതിലിട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച അത് നേർപകുതി അതിലിട്ട് കൊടുക്കാം. ഇത് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് വേഗം വെക്കാം. അങ്ങനെ നമുക്ക് ഇതാ 1/2 മണിക്കൂർ റെസ്റ്റിന് വെച്ചതാണ്. ഇനി നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേഗം വെക്കാം. നല്ല സെറ്റ് ആയിട്ടുണ്ടാവില്ലേ? നല്ല ഇത്ര മതി വെള്ളം. ഇതിലൊരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിനെ അടച്ചിട്ട് ഒരു 4 വിസിൽ അടിച്ചോട്ടെ. നമുക്ക് ചിക്കൻ വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഉണ്ടാക്കാം. അപ്പം അതിനുള്ള സാധനം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്തെങ്കിൽ കഴിഞ്ഞപ്പോ
അതിൽ ഏലക്ക 1 ടേബിൾ സ്പൂൺ ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ഉണക്കമുളക്. ഇത് പെരിഞ്ജീരകമാണ്, 2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട് 1 ടേബിൾ സ്പൂണ്. 1/2 ടീസ്പൂണ് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കറുകപ്പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെറുനുള്ളി ചെറിയ ജീരകം, പിന്നെ ഗ്രാമ്പു, തക്കോലം, പിന്നെ ഇത് കാഷ്നട്ട്, പിന്നെ 2 ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട കരിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇത് റോസ്റ്റ് ചെയ്യേണ്ട, അങ്ങനെ ഇട്ടിട്ട് പൊടിക്കാം. അതിന് നമുക്ക് ഈ എടുത്ത് വെച്ച് ഓരോന്നോരോന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിലതിന് ഓരോരോ മൂപ്പുണ്ട്, അപ്പോൾ നല്ല മൂപ്പുള്ളതിന് ആദ്യം ഇടാം. അത് ചൂടായി. ഇനി ഏലക്ക ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഗ്രാമ്പു കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ജീരകം ഇതും കൂടി ഇത് ചെറിയ ചൂടായാൽ മതി. നമുക്കിത് എല്ലാം റോസ്റ്റ് ചെയ്തു. നല്ല ഇത് വേണ്ട കരിവേപ്പിലൊക്കെ നല്ല മുരിമുരിയായിട്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി ഇട്ടിട്ട് പൊടിച്ചിട്ട് തരാം. ഈ സാധനം ഇപ്പോഴാട്ടോ ചേർക്കേണ്ടത്. ഇത് വറുക്കാനേ പാടില്ല, ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. നമുക്ക് ജാറിലിട്ട് പൊടിച്ച് കൊണ്ടുവരാം. ഇത്രയേ ഉള്ളൂ ഗരം മസാലയുടെ പണി. എളുപ്പമാണ്, പെട്ടെന്നായി കിട്ടും. അങ്ങനെ ചിക്കൻ്റെ മസാല ഇതാ പൊടിച്ച് കൊണ്ടുവന്നു. ഇതുണ്ടല്ലോ, ഇത് എഗ്ഗ് കറി, പിന്നെ കടലക്കറി, അങ്ങനെ വെജിറ്റബിൾ എന്ത് കറിയാക്കുന്നത് നമ്മൾ മസാല വറുത്തരച്ച കറിക്കൊക്കെ ഇത് ചേർക്കുക. നല്ല ടേസ്റ്റാട്ടാ ചേർത്താൽ. ഇനി ഇത് നമുക്ക് ബോട്ടിലാക്കിയിട്ട് എടുത്തു വെക്കാം. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് ബോട്ടിലാക്കി വെക്കാം. അപ്പോൾ 4 വിസിലടിച്ചു. എയറൊക്കെ പോയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ഇതിൽ വെന്തിട്ടുണ്ട് അല്ലേ? എല്ലൊക്കെ ഇതാ വേർവിട്ട് എടുക്കുന്നുണ്ട്. നല്ല വെന്തു. നമുക്കിതിനെ ഉരുളിയിൽ ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് വറ്റിക്കണം. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടുത്തെ കരിവേപ്പില ഇട്ടത്, നമ്മുടെ സ്വന്തം പറമ്പില് കരിവേപ്പില. ഇനി ഇതിനെ നല്ലോണം ഇങ്ങനെ വറ്റിച്ചെടുക്കാം നമുക്ക്. അത് നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച മസാല പകുതി ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. 2 ടീസ്പൂണും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇത്ര മതി. ഇതിപ്പോൾ ഞാൻ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മസാല ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ ഗരം മസാല. ഇനി നമുക്കൊന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് വറ്റിക്കാം. നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഏകദേശമായി. ഒരു 5 മിനിറ്റും കൂടി ഒന്നാവണം. കളറൊക്കെ മാറി തുടങ്ങി. റോട്ടില് വെള്ളം എന്താ ഇത്? പെടേന്നുള്ളൊരു വെള്ള അല്ലേ? അല്ലേ? പെടേന്നുള്ളൊരു വരുത്ത. ഇതിപ്പോ പോവും ചെയ്യും, ചൂടെടുക്കും ചെയ്യും. അങ്ങനെ നമ്മുടെ കോഴി മരുന്ന് റെഡിയായി. ഇനി ഇതിലേക്കൊന്ന് നമുക്കൊന്ന് വറുത്തിടാം. ഉള്ളി വറുത്തിടുക, കാച്ചിടുക, എന്താന്ന് പറയാ? ഉള്ളി കാച്ച. ഉള്ളി കാച്ചിടുക. ചട്ടി ചൂടായി എണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നല്ലോണം മൂക്കട്ടെ. ഇത് പാകത്തിന് മൂത്ത് വന്നു. നമുക്ക് അതിലിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മരുന്ന് ചിക്കൻ റെഡിയായി. അങ്ങനെ നമ്മുടെ മരുന്ന് കോഴി റെഡിയായി. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് നോക്കിക്കോ.
നമ്മളിത് ഓരോരുത്തർ ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ കഴിച്ചെന്നല്ലാണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാ. നമ്മൾ പ്രതീക്ഷിച്ചേക്കാട്ടി നന്നായിട്ട്. അതെ, നമ്മളിവിടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അതെ അതെ അതെ. സൂപ്പർ എന്ന് പറഞ്ഞാല് സക്സസ് ആയി എന്ന് പറയാം അല്ലേ? അതില് നമ്മളിതില് മറ്റേ മരുന്ന് കൂട്ടൊന്നും വാങ്ങിയിട്ടില്ല. നാച്ചുറലായിട്ട് വീട്ടിലുള്ള എന്താ മരുന്ന് അത് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അത് അധികം മരുന്ന് കൂട്ട് വാങ്ങണ്ടെന്ന് വെച്ചു. പിന്നെ അത് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രസവിച്ച ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമുക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ ആക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പൊ സാധാരണ ആൾക്കാര് മരുന്ന് കടയിൽ നിന്ന് 10-16 ഐറ്റംസ് പൊടിച്ചിട്ടുള്ള പാക്കറ്റ് കിട്ടും. അത് വെച്ചിട്ടാണ് ഈ മരുന്ന് ഈ പ്രസവിച്ച ആൾക്കാർക്ക് സ്ത്രീകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷെ നമ്മളിതില് നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിലെ സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കി. സൂപ്പർ മിനിയും കൂടി ഒന്ന് ടേസ്റ്റ് നോക്കി നോക്ക്. പറയുന്നതിന്റെ മുന്നേ ഞാൻ ഇവിടെ നോക്കി നോക്ക് എന്താ നോക്കട്ടെ. സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മളെ ചേച്ചി ഉണ്ടാക്കി തന്ന അതേ ടേസ്റ്റ് അല്ലേ? അതെ അതെ, അടിപൊളി. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളിനി വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.